ചേച്ചി ഹലോ, വെൽക്കം ടു ന്യൂ കോഡ്സ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഇമോഷൻസും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണ്, നമ്മുടെ ഇമോഷൻസും റോള് എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് ജീന ചേച്ചിക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ചേച്ചി, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇമോഷൻസ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ എത്ര പങ്ക് വഹിക്കുന്നു? അതായത് നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി മാനിഫെസ്റ്റ് ചെയ്ത് ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് അത് സത്യമായി തീരാനായിട്ട് ഉള്ള റോള് കൈകാര്യം ചെയ്യുന്നത്? ന്യൂ കോഡ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാൻ ആദ്യം ഒരുമിച്ചിരുന്ന നല്ലൊരു മനോഹരമായ ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഓരോ മനുഷ്യർക്കും പ്രയോജനപ്പെടണം എന്നും കൂടെയാണ് നമ്മൾ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത്. ജീവിക്കാൻ ഏറ്റവും ഈസിയായ മാർഗങ്ങൾ, സന്തോഷമായിരിക്കാൻ ഏറ്റവും ഈസിയായ മാർഗങ്ങളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ് ഈ ചർച്ച കൊണ്ട് ഞങ്ങളുടെ ടീം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ സങ്കടങ്ങളും വിഷമങ്ങളും അതിൽ പറഞ്ഞ വാക്ക് തന്നെ ഇമോഷൻസ്, അതിലൂടെ ജീവിക്കാതെ മരിച്ചു പോകുന്ന മനുഷ്യരെ കണ്ട് മതിയായി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് എങ്ങനെ സന്തോഷം മറ്റൊരാളിലേക്ക്, ഓരോ ജീവജാലത്തിലേക്കും മനുഷ്യരാശിയിലേക്ക് പകർന്ന് നൽകിയിട്ട് തിരിച്ചു പോകാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ കുറച്ച് പേരിവിടെ കൂടിയിരിക്കുന്നത്. ആ ടീമിന്റെ ഓരോ ചിന്തകളും ഓരോ മനുഷ്യരിലും എത്തിച്ചേരട്ടെ എന്നുള്ള ഒരു ശുഭചിന്തയുമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എപ്പോഴത്തെയും പോലെ സ്പിരിച്വാലിറ്റി തന്നെയാണ്. അതിൽ ഞാൻ ഊന്നു നിൽക്കുന്നത് എൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. അതിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ നേടി, ഞാൻ എന്തിലേക്കൊക്കെ എത്തിപ്പെട്ടു, ഞാൻ ജീവിതത്തിന്റെ ഈസിയായ വഴിയിലേക്ക് എത്തിപ്പെട്ടത് മറ്റൊരാൾക്കും കൂടെ പകർന്നു നൽകണം എന്നുള്ള എൻ്റെ അതിയായ മോഹം. അതാണ് ഞാൻ എപ്പോഴും ഈ ചാനലിലൂടെ ഇരിക്കുന്നതിന്റെ, ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നതിന്റെ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻസിൽ എപ്പോഴും സന്തോഷം എന്നൊരു ചിന്ത, ഇഫക്റ്റീവ് തോട്ട് പ്രോസസ് എന്നും ഉണ്ടായിരുന്നു. സന്തോഷവും ഇമോഷനാണ്, ദുഃഖവും ഇമോഷനാണ്, വേദനയും ഇമോഷനാണ്. എല്ലാത്തരം ഇമോഷൻസും കൂടി ചേർന്ന് കലർന്നതാണ് ഓരോ മനുഷ്യന്റെ ജീവിതം. അപ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ ചിന്താശക്തി ഒക്കെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. സന്തോഷം മുറുകെ പിടിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, സന്തോഷം മാനിഫെസ്റ്റ് ചെയ്യുക. സന്തോഷം എനിക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാന്ത വലയം, മാഗ്നറ്റിക് പവർ നമ്മൾ ഓരോ മനുഷ്യരിലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഡിസയർ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് മനുഷ്യന് യോജിച്ച ഒരു സാധനമായിട്ട് കരുതുന്നില്ല. അതും ഒരു നെഗറ്റീവ് ഇമോഷനായി മാറാം. എന്തിനോടുമുള്ള ഒരു ആവേശം, എന്തിനോടുമുള്ള അത്യാഗ്രഹം, ഡിസയറിനെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. പക്ഷെ നീഡ്, തെറ്റി പറയണം, ഡിസയർ അല്ല, നമ്മുടെ ആഗ്രഹങ്ങളല്ല. ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല, ഒന്നിനും പരിധിയില്ല, ലിമിറ്റേഷൻസ് ഇല്ല. അപ്പൊ ആഗ്രഹം ദുരാഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ ആയി മാറാം വളർന്നാൽ, അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടത് നീഡ്സ് ആണ്. നീഡ്സ് ആയി മാറുമ്പോൾ നമ്മൾ അത് ചേസ് ചെയ്ത് പിടിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലെ പവർ കൊണ്ട് മാനിഫെസ്റ്റേഷൻ വർക്കായി ലോ ഓഫ് അട്രാക്ഷൻ താനേ നടന്നോളും. അപ്പൊ നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടെ വൈഡ് ഫ്രെയിമിൽ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുന്നത്. ഞാൻ, എന്റെ ചിന്ത, എന്റെ കുഞ്ഞ്, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ മാത്രം ഇഷ്ടങ്ങൾ എന്നുള്ള സ്വാർത്ഥതയ്ക്ക് അതീതമായി നമ്മൾ സെൽഫ് ലവിലേക്ക് എത്തുകയാണെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട്, ഇമോഷൻ ലെസ് ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും വേഗത്തിൽ ലോ ഓഫ് അട്രാക്ഷനിൽ എത്തിപ്പെടാൻ തീർച്ചയായിട്ടും വേഗത്തിൽ സാധിക്കും. ആക്ച്വലി അപ്പം നമ്മുടെ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ് കൂടുതൽ നിൽക്കണമെങ്കിൽ ഉറപ്പായി ആ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയേണ്ടത് വാട്ട് ഇസ് നെഗറ്റീവ് ആൻഡ് വാട്ട് ഇസ് പോസിറ്റീവ്. അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ചിന്താശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നതെല്ലാം പോസിറ്റീവ് എന്ന് വിചാരിച്ചാൽ പോയി, അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ട് കാണാൻ ശ്രമിക്കണം. സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേഗത്തിൽ ഇതിലെത്താൻ പറ്റും. സെൽഫ് ലവും സെൽഫിഷ്നെസ്സും എന്തെന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നത് സെൽഫിഷ്നെസ്, ആത്മാവിലൂടെ നമ്മുടെ നീഡിലേക്ക് പോകുന്നത് സെൽഫ് ലവ് ആണ്. അത് എനിക്ക് കൃത്യമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് ഇപ്പൊ പറഞ്ഞത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തീർച്ചയായിട്ടും അത് ആതിരയ്ക്ക് മനസ്സിലായതുപോലെ തന്നെ ഓരോ സാധാരണ മനുഷ്യർക്കും മനസ്സിലാകണം. നിരന്തരം എന്നെ കേൾക്കുമ്പോൾ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പലരും പറയുന്നുണ്ട്. അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. കാരണം ഞാൻ എത്തിയ ഈ സന്തോഷത്തിന്റെ ഈ പ്ലാറ്റ്ഫോമില്
എല്ലാവരും എത്തണം എന്നുള്ള ഒരു അതിയായ മോഹം എനിക്കുണ്ട്. ആ മോഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഇന്ന് പലരും എന്നെ കാണുകയും കേൾക്കുകയും എത്തിപ്പെടാൻ പറ്റിയ ഒരു മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടത് പോലും ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അതെ, ഉറപ്പായിട്ടും. കാരണം ഞാൻ എനിക്ക് കിട്ടിയ നിധിയെ എന്നിൽ തന്നെ കുഴിച്ചു മൂടി ചത്തുപോയിരുന്നെങ്കിൽ ഒരു മനുഷ്യന് പോലും എനിക്കിത് പകർന്നു നൽകാൻ പറ്റില്ല. ഞാൻ ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്തിയത് വഴി 500, 1000, 2000 പേരൊക്കെ എന്നെ ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ വിജയമായും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അതൊരു പ്രശസ്തിയുടെയോ പേരിന്റെയോ മാത്രമല്ല. എന്റെ ചിന്ത എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു നൽകണം. മറ്റു കുറെ പേരും കൂടെ അതിലെത്തിക്കഴിഞ്ഞാൽ ഈ സൊസൈറ്റി, ഈ ലോകം ഒക്കെ എത്ര സുന്ദരമാകും. കാരണം ആ സുന്ദരത അനുഭവിക്കാൻ യോഗ്യരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഒരു ഇമോഷൻ കൂടെ ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ ഷെയർ ചെയ്യുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. മനസ്സിലായി, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. താങ്ക് യു ജിനി ചേച്ചി ഫോർ ദ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ജിനി ചേച്ചി, നമ്മുടെ സന്തോഷം, നന്ദി, വിശ്വാസം ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇവ എങ്ങനെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷനെ സ്വാധീനിക്കുന്നത്? അതിലെന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളത് വളരെ നല്ലൊരു ചോദ്യമാണ്. ദ സോ കോൾഡ് സന്തോഷം, ദ സോ കോൾഡ് നന്ദി, ദ സോ കോൾഡ് വിശ്വാസം ഒക്കെ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയും. എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം വിശ്വാസങ്ങളെല്ലാം നമ്മൾ പുറത്താണ് അർപ്പിക്കും. വേറൊരാളെ വിശ്വസിക്കൂ, വേറൊരു ശക്തിയെ വിശ്വസിക്കൂ, മറ്റൊന്നിനെ വിശ്വസിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത് തിരിച്ച് അതൊക്കെ ഉള്ളിലേക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരു LKG UKG കുട്ടിയെ തൊട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന പോലെ ഓപ്പോസിറ്റ്സ് പഠിപ്പിക്കും നമ്മൾ സ്കൂളുകളിൽ. ഒന്ന് നല്ലത് ഒന്ന് കൊള്ളില്ല, ഒന്ന് നല്ലത് ഒന്ന് കൊള്ളില്ല, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് നമ്മൾ വിശ്വാസം എല്ലാം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഉള്ളിലേക്ക് ഇല്ലാണ്ടാവും. അപ്പൊ സോ കോൾഡ് വിശ്വാസം എന്ന് പറയുന്നത് എന്തായി മാറുന്നു? നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായി മാറുന്നു. അപ്പൊ ഇത്രയ്ക്ക് വിശ്വാസവും ഇത്രയ്ക്ക് നന്മയും ഒക്കെ പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ഇത്ര അധികം ദുരന്തങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുക. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാലും, നമ്മുടെ പാസ്റ്റ് പരിശോധിച്ചാലും, നമ്മുടെ പ്രസന്റ് പരിശോധിച്ചാലും ഒക്കെ ദുരന്തങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നാശനഷ്ടങ്ങളും യുദ്ധങ്ങളും പകവീട്ടലുകളും കൊല്ലലും വെട്ടിക്കൊലപ്പെടുത്തലും കുഴികാൽ വെട്ടലും സ്വത്ത് പിടിച്ചെടുക്കലും തർക്കങ്ങളും, എവിടെ പോയാലും അടിയും വഴക്കും, സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന 2 or 3 മക്കൾ പോലും തമ്മിൽ സ്പർദ്ധ. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ വീടുകളിലും ദേവാലയങ്ങളിലും സ്കൂളുകളിലും പള്ളിമേടകളിലും ഒക്കെ നമ്മൾ പ്രചരിപ്പിച്ചിട്ടും ഇതിന്റെ റിസൾട്ട് എന്താണ്? നാശം. കാരണം ഇവിടെ എല്ലാം നമ്മൾ വിശ്വാസം പുറത്തോട്ടാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിശ്വാസം എന്നൊരു സാധനം നമ്മളിലേക്കാണ് ഫെയ്ത്ത് എന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപാരമായ സെൽഫ് കോൺഫിഡൻസിലെത്തും. ഒരു കുഞ്ഞ് പഠിച്ച് മാർക്ക് മേടിക്കുന്നതും ദൈവത്തിനാണ് കൂലി. നിന്റെ കഴിവല്ല മക്കളെ, ദൈവം കാരണമാണ് നീ ഉന്നത മാർക്ക് കരസ്ഥമാക്കി നീ ഈ ഒരു കസേരയിൽ എത്തിയത്. അപ്പൊ അവിടെ നീ വേർത്തി അല്ല, നിന്റെ കഴിവുകൾ പോരാ. കാരണം നീ വേറൊരാളുമായി എപ്പോഴും കിടപിടിച്ച് മത്സരിച്ച് വിജയിക്കാനാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവന് കൊടുക്കുന്ന പാരന്റിങ്. അപ്പൊ അവന്റെ മത്സര ബുദ്ധി എവിടെയെങ്കിലും ലിമിറ്റ് ആകുമോ? ഒരാൾ കഴിയുമ്പോൾ മറ്റൊരാൾ, ഒരാൾ കഴിയുമ്പോൾ ആളുടെ മത്സരിച്ചെത്തി കഴിയുമ്പോൾ അതിന്റെ മുകളിൽ വേറൊരാൾ. ഇത് ഇൻഫിനിറ്റ് ആണ്. ഈ മത്സര ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ അവൻ സ്ട്രെസ്ഫുൾ അല്ലേ? ഓരോ മനുഷ്യനും എന്നും അവന്റെ മുകളിൽ ആരൊക്കെയോ കയറിപ്പോയി എന്നുള്ള ചിന്തകളിൽ അവൻ അശാന്തനാണ്. അവന് ഇന്നർ കാംനെസ് ഇല്ല. അപ്പൊ അവിടെ വിശ്വാസം എങ്ങനെയാണ് അവന് സമാധാനം നൽകുന്നത്? ഓരോ പ്രായത്തിലും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പോലും അവനില്ല. തിരിച്ച് രണ്ടാമത് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ വിശ്വാസം പോലെ അടുത്തൊരു വാക്കായിരുന്നു നന്ദി. ഈ നന്ദി എങ്ങനെ പ്രകാശിപ്പിക്കും? എന്ത് കിട്ടിയാലും പിന്നെ മത്സരിക്കാൻ പറഞ്ഞ ആ കുഞ്ഞിന്റെ മനസ്സിൽ നന്ദി എന്ന് പറയുന്ന ഫീലിംഗ് എവിടെയുണ്ട്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്ക് കഴിഞ്ഞ വർഷം എന്റെ മാനിഫെസ്റ്റേഷനിൽ എനിക്കൊരു കാറ് വേണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ മാനിഫെസ്റ്റേഷനിലെ ക്ലാരിറ്റി കൊണ്ട് എനിക്കത് ലഭിച്ചു എന്ന് ഇമാജിൻ ചെയ്യാം. അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല, മൈൻഡ്ഫുൾ ആയിട്ട് ഞാൻ അതിന് നന്ദി പറയുന്നില്ല എങ്കിൽ അതിന്റെ അടുത്ത വേർഷൻ ഓഫ് കാറോ അല്ലെങ്കിൽ ഒരു കാരവാനോ ആഗ്രഹിക്കാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? അതുപോലെ നമുക്ക് പണ്ടു വേണ്ടിയിരുന്ന ഓരോ സാധനങ്ങളും ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല. അത് അറിയാനുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലില്ല. അടുത്തത് വീണ്ടും അതിന്റെ അടുത്തത്. അവിടെയാണ് ഡിസയറും നീഡും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആഗ്രഹം എന്ന വാക്കിന്റെ പിന്നാലെ ആണെങ്കിൽ അത് ദുരാഗ്രഹവും അത്യാഗ്രഹവുമായി മാറും.
അതേസമയം അത് നമ്മുടെ ആവശ്യകതയാണെങ്കിൽ അത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ യൂണിവേഴ്സ് അത് കേൾക്കുകയും നമ്മുടെ സോളിന് ആ കപ്പാസിറ്റി ഉണ്ടാവുകയും നമ്മൾ വേഗം തന്നെ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പിന്നെ മറ്റൊരു താങ്ക് യു പറഞ്ഞു. വിശ്വാസം, ഹാപ്പിനെസ്. വളരെ നമ്മള് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം ഉണ്ടാകുന്നതാണ് സന്തോഷം എന്നാണ് ദ സോ കോൾഡ് ഹാപ്പിനെസിന്റെ അർത്ഥം. അത് വെറും മെറ്റീരിയൽ ആണ്. നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി, സന്തോഷം. പാർട്ട്ണർ എന്തെങ്കിലും മോശം കാണിച്ച് പാർട്ട്ണർ പോയില്ലാതാവും. ഒരു കാറ് കിട്ടി, ആ കാറ് പഴകി, സന്തോഷം പോയി. ഒരു വില കൂടിയ വസ്ത്രം കിട്ടി, ആ വസ്ത്രം പഴകി, സന്തോഷം പോയി. നല്ലൊരു ജ്വല്ലറി കിട്ടി, ആഗ്രഹിച്ചു കിട്ടി, അത് കിട്ടി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴകിയ അടുത്ത മറ്റൊരു ഡിസൈനിലേക്കുള്ള നോട്ടമായി നിൽക്കും. സോ കോൾഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുറത്തുള്ള സാധനം നമ്മളിലേക്ക് എത്തിച്ചേരും, ഉറപ്പായിട്ട് എത്തിച്ചേരും. ആഗ്രഹിച്ചിട്ടുണ്ടോ എത്തിച്ചേരും. പക്ഷെ അവിടെ ഇന്നർ കാംനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒരു മൈൻഡ്ഫുൾ ഫീലിംഗും ഉണ്ടാകലാണ് യഥാർത്ഥ സന്തോഷം. ഇപ്പോൾ നമ്മൾക്ക് എന്താണോ, ഞാനിപ്പോൾ ആതിരയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ആതിര എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ തിരിച്ച് ആതിര റെസ്പെക്ട് ചെയ്യുന്നു, ഇത് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ചിന്ത, ഒരു ശുഭചിന്ത, അതാണ് ഹാപ്പിനെസ്. എനിക്ക് ഇന്ന് ഉണർന്ന് എണീറ്റ് ആരോഗ്യത്തോടെ ഇവിടെ എത്താൻ സാധിച്ചു. ഇന്ന് മറ്റൊരു മനോഹര ദിവസം കൂടിയാണ്. ഇന്ന് എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള നന്ദി. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ ഡേ എന്ന് ചിന്തിക്കാനുള്ള ഇന്നർ കാംനെസ്സോടെ എപ്പോഴും ചിരിക്കാൻ തോന്നുന്ന ഉള്ളിലെ ഫീലിംഗ് ആണ് ഹാപ്പിനെസ്. ജീവശേഷിക്ക് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുവാണ്. കാരണം നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിച്ചു, അതിനെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓരോ പോയിന്റുകളായിട്ട് എടുത്ത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ദുഃഖം, ഭയം പോലുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുന്നു? തീർച്ചയായിട്ടും, നിസ്സംശയം. എന്തും നല്ലത് വരാൻ വൈകിക്കുന്നത് ദുഃഖവും ഭയവുമാണ്. അത് ഒരു കോംപ്രമൈസും ഇല്ല. ഈ രണ്ട് സാധനം ഇല്ലാതെ ഒരു മനുഷ്യക്കുഞ്ഞും ഇവിടെ വളരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ കോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ വിളമ്പുന്നത് എന്തും അപകടകാരി തന്നെയാണ്. ഒരു മനുഷ്യക്കുഞ്ഞിനും അവനവനായി ജീവിക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല. അവന്റെ ആത്മാവിലേക്ക് എത്താൻ ഒരു സാധ്യതയും ഇവിടെ ആരും വിളമ്പിക്കൊടുക്കുന്നില്ല. ഒരു വീടുകളും പഠിപ്പിക്കുന്നില്ല, ഒരു മതശാലകളും പഠിപ്പിക്കുന്നില്ല, ഒരു സ്കൂളുകളും പഠിപ്പിക്കുന്നില്ല, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നില്ല. ഇവിടെയൊക്കെ പ്രോഗ്രാമിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ദുഃഖവും ഭയവും നമ്മൾ പടിപടിയായി നീക്കിയേ പറ്റുള്ളൂ. അതിന് ശാരീരികമായ, മാനസികമായ, ആത്മീയമായ കുറേ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഈ പോയ വഴി നമ്മൾ മടുക്കണം. ഈ പോയ വഴികളെ നമ്മൾ ശ്രദ്ധിക്കാതെ ആവണം, ഇഗ്നോർ ചെയ്യണം. എന്ന് നമ്മൾ ഇന്നറിനെ കേട്ടു തുടങ്ങുന്നു, അന്നാണ് നമുക്ക് ഇതിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക. അവിടെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഫ്രീക്വൻസിയും വൈബ്രേഷൻസും ഒക്കെ നമുക്ക് ഫലപ്പെടുന്നു, നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ ഒന്നും നമ്മൾക്ക് ഇതിന്റെ ഗുണം കിട്ടില്ല. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്താണ് മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്ക് ആവാത്തത്, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നിൽ ഫലമുണ്ടാക്കാത്തതെന്നുള്ള ഇത്തരം സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് കടന്ന് വീണ്ടും പഴയ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം ഡൗട്ടുകളാണ്. നമുക്ക് എളുപ്പം വേറെ ആരൊക്കെയോ ചെയ്തു വെച്ച് കിട്ടിയ ഈസി ആയിട്ടുള്ള കംഫർട്ട് സോണുകളിൽ എത്തി നിൽക്കുന്ന കുറെ കാര്യങ്ങൾ മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇവിടെ നമ്മൾക്ക് കുറച്ചധികം പണിപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു യാത്ര തുടരുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നമുക്കൊരു പുതിയ വഴി പരിചിതമല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് അങ്കലാപ്പുകൾ, അത് ശീലമാകുമ്പോൾ നമ്മൾ ആ ഒരു എളുപ്പ മാർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ട ഒരാളാണ് എനിക്കും. അത് തുടക്കത്തിൽ അതികഠിനമായിരുന്നു. ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ചെയ്യാനായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ അതിൽ നിന്ന് നിരന്തരം എനിക്ക് ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഭയവും കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ അതിന് പൊട്ടിച്ച് പുറത്തിറങ്ങിയേ എനിക്ക് ഇനി ജീവിതമുള്ളൂ എന്നുള്ളൊരു ത്രെഷോൾഡിൽ, സാച്ചുറേഷൻ പോയിന്റിൽ ഞാൻ എത്തിപ്പെടുകയും വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് എത്തിപ്പെടുകയും ചെയ്ത ഒരാളാണ്. അവിടെ നിന്നാണ് എന്റെ ജീവിതം മാറി മറിയുകയും ഇപ്പോൾ ഞാൻ ആതിരയുടെ ഫ്രണ്ട് എന്ന് വളരെ സന്തോഷവതിയായി, ഒരു അഭിനയവും ഇല്ലാതെ എന്റെ പ്രോഗ്രാമിങ്ങിൽ നിന്ന് പുറത്തു ചാടി ഒരു സന്തുഷ്ടയായ അല്ലെങ്കിൽ ഒരു സന്തോഷവതിയായ ഒരു മനുഷ്യനായി ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു ജിന ചേച്ചി. വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിൽ, സോഷ്യൽ മീഡിയയിൽ ആളുകൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞ് അമിതമായിട്ട് പ്രതീക്ഷ കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
അമിത പ്രതീക്ഷ എന്നുള്ളതല്ല, ശരിയായ ക്ലാരിറ്റി ഇല്ലാത്തവർ എന്ത് ചെയ്താലും, മാനിഫെസ്റ്റേഷൻ എന്നല്ല, എന്ത് ചെയ്താലും നന്നാവില്ല, വർക്കാവില്ല. ആക്ഷൻ എടുത്താലും ഒന്നും വർക്കാവില്ല. കാരണം ഉള്ളിലെ ഭയവും ഉള്ളിലെ സംശയങ്ങൾക്കും മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. എന്താണോ ഉള്ളിലുള്ളത് അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ എന്താണോ പുറത്തോട്ട് കൊടുക്കുന്നത് അതേ തിരിച്ചു. നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു അതേ തിരിച്ചിട്ടുള്ളൂ. അത് തമ്മിലൊരു പരസ്പര കണക്ഷൻ ഉണ്ട്, ഇന്റർ കണക്ഷൻ ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇതിങ്ങനെ നമുക്ക് കടയിൽ പൊതിയിൽ പാക്കറ്റ് ആക്കി വെച്ചിരിക്കുന്ന സാധനം പോയി വാങ്ങിക്കുന്ന അത്ര ലാഘവമല്ല. ഇതിന് ഇന്നർ എഞ്ചിനീയറിംഗ് ഒരുപാട് നടക്കണം. അത് പെയിൻ തന്നെയാണ് അതിന്റെ ആകെയുള്ള വഴി. കംഫർട്ട് സോണുകളിൽ ഇരുന്നിട്ട് ആർക്കും അതിലെത്താൻ പറ്റില്ല. നമ്മൾ ഡീപ്പർലി ചിന്തിക്കണം. നമുക്കൊരു സുഖം വീട്ടിൽ നിന്ന് കിട്ടിയാൽ ആ സുഖം എത്ര നാള്, ഈ സുഖത്തിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശ്രീബുദ്ധനെ തന്നെ എടുക്കുക. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഏറ്റ് അവിടെ ഇരിക്കാം. അദ്ദേഹം എന്താണ് 12-13 വയസ്സിൽ ഈ ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു ചാടിയത്? അപ്പൊ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാൻ എടുക്കുന്ന തീരുമാനത്തിന് മുമ്പേ ഉണ്ടാകുന്ന ചിന്തകൾ. ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ വളരെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഞാനൊരു രാജകുമാരനാവുകയും എന്റെ അച്ഛൻ തമ്പുരാൻ ചെയ്യുന്ന പോലത്തെ പരാക്രമങ്ങൾ ചെയ്താൽ മാത്രമേ ഈ രാജാവിന് നിലനിൽപ്പുള്ളൂ. ഞാൻ കൊല്ലാനും പിടിച്ചടക്കാനും ജനിച്ചവനല്ല. അത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. യുദ്ധമില്ലാതെ എന്ത് രാജാവ്? പിടിച്ചടക്കലില്ലാതെ എന്ത് രാജ്യഭരണം? അവിടെ ഒരാളോട്, നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരോട് നീതി പുലർത്തുമ്പോൾ അന്യ രാജ്യത്തുള്ള മനുഷ്യരോട് അനീതി പ്രവർത്തിച്ചേ പറ്റൂ. ലോ ഓഫ് പൊളാരിറ്റി. നമ്മൾ ഒരു വിഭാഗം മനുഷ്യരെ നമ്മുടെ രാജ്യക്കാരെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ അപ്പുറത്തെ രാജ്യക്കാര് നമ്മുടെ ആരാകുന്നു? ശത്രുവാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ശത്രുവാകുന്നു. അതെന്ത് രാജനീതി? 13 വയസ്സിലെ ബുദ്ധൻ ആ ലെവലിൽ ചിന്തിച്ചു. തീർച്ചയായിട്ടും ഇഫക്റ്റീവ് തോട്ട് പ്രോസസ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊട്ടാരത്തിലെ പൂമത്തയിൽ പരിവാരങ്ങൾ നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും പാനീയങ്ങളും നീരാട്ടും ഒക്കെ നടത്തി ഞാൻ നാളെ രാജാവാകും, എങ്ങനെ എന്റെ അച്ഛനെയും കൂടെ കൊന്നിട്ട് വേഗം എനിക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് രാജാവാകുന്ന ചരിത്രങ്ങൾ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അച്ഛനെ പോലും കുഴികാൽ വെട്ടി അച്ഛന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന മനുഷ്യർ മക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബങ്ങളിലാണ്, ഈ കൊട്ടാരങ്ങളിലാണ്, സോ കോൾഡ് നന്മയിലാണ്. നമ്മളൊക്കെ നല്ല മനുഷ്യർ, നമ്മളൊക്കെ ഈ ഫോളോ ചെയ്യുന്നതൊക്കെ നല്ല ചിന്തകൾ, വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. യുദ്ധങ്ങൾ, പിടിച്ചടക്കലുകൾ, അതൊക്കെ നല്ലതാണോ? ഒരാളെ കൊന്നിട്ട് മറ്റൊരാളെ രക്ഷിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ എന്ത് കഴിവുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്? നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര പ്രൗഡ് ആവുന്നു. അപ്പോൾ അപ്പുറത്തുള്ള നേപ്പാളിയും ചൈനക്കാരനെയും പുച്ഛിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ എന്തർത്ഥം? അവിടെയും ആലോചിച്ച് നോക്കും. ഇപ്പുറത്തേക്ക് കുറച്ചുകൂടെ താഴേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവര് ബംഗാളി, അവര് പഞ്ചാബി, അവര് കശ്മീരി, നമ്മൾ കേരളീയർ, അപ്പുറത്ത് തമിഴൻ, ഇപ്പുറത്ത് തെലുങ്കൻ എന്ന് പറഞ്ഞാൽ അവിടെയും വേർതിരും. പോട്ടെ, താഴേക്ക് ഇറങ്ങി വരും. കേരളം, അവൻ വടക്കൻ, അവൻ തെക്കൻ, അവൻ മലപ്പുറം, അവൻ കാസർഗോഡ്, അവനെ വെറുക്ക് കൊല്ലക്കാരനെ വെറുക്കുന്ന തിരുവനന്തപുരംകാരൻ പറയും, തിരുവനന്തപുരക്കാരനെ വെറുക്കാൻ കണ്ണൂരുകാരൻ പറയും. അപ്പൊ എവിടെയും വെറുക്കാനാണ് പറയുന്നത്, എവിടെയും മത്സരിക്കാനാണ് പറയുന്നത്. വൈഡർ രീതിയിൽ ചിന്തിക്കൂ. നമുക്ക് വേണമെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊരു ബോർഡർ ലൈൻ, എല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ കാണണം. എല്ലാവരുടെയും ചോര ചുവപ്പ്. ചൈനക്കാരനും അമേരിക്കക്കാരനും ബ്രിട്ടീഷുകാരനും റഷ്യക്കാരനും ഇന്ത്യക്കാരനും എല്ലാവരും ഒന്ന്. ആരെയും നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കും. നമ്മുടെ ഇന്നറില് നമ്മൾ എത്തിച്ചേർന്നാൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കൂ. അല്ലെങ്കിൽ എല്ലാവരെയും വെറുക്കാനാണ് നമ്മൾ പഠിപ്പിക്കും. എനിക്ക് ആതിരയോട് പോലും അസൂയ തോന്നും. ആതിര മെഡിക്കും, ആതിര അത് ചെയ്യുന്നു, ആതിര ഇത് ചെയ്യുന്നു. അപ്പൊ ആരെ കണ്ടാലും വെറുക്കാനാണ് സോ കോൾഡ് നന്മകൾ എന്ന് പറയുന്ന സാധനം നമ്മളെവിടെ പഠിപ്പിച്ചെടുക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ഗർഭത്തിൽ ഉണ്ടായ ആ കുഞ്ഞ് എന്തറിഞ്ഞിട്ടാണ്, എത്ര ഇന്നസെന്റ് ആയിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ആ കുഞ്ഞിനെ എല്ലാ നാശങ്ങളും എല്ലാ വിരൂപമായ കാര്യങ്ങളും പഠിപ്പിച്ച് ഇവിടെ വലിയ മനുഷ്യരാക്കി എടുക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുന്നു? അവൻ കഞ്ചാവടിച്ചാലോ, അവൻ സ്ത്രീ പീഡനം നടത്തിയാലോ, അവൻ യുദ്ധം നടത്തിയാലോ ഒക്കെ അവനെ തൂങ്ങിലടയ്ക്കുന്നു, പിടിക്കപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആരാ കുഞ്ഞിനെ? ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ അവൻ എന്തെങ്കിലും വൃത്തികേടുകൾ അറിയാമായിരുന്നു? ഈ വീടുകളും ഈ സ്കൂളുകളും ഈ മതപാഠശാലകളും തന്നെയാണോ ഇവനെ എല്ലാ വൃത്തികേടുകളും പഠിപ്പിച്ച് അവനെ ഇത്ര ഒരു റിബലാക്കി മാറ്റിയത്, പൊളിറ്റിക്കൽ റിബലാക്കി മാറ്റിയത്? അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഈ സമൂഹം ഏറ്റെടുക്കുമോ?
ഇല്ല. അല്ലെ? അപ്പോ അവനെ തുറുങ്കിലടയ്ക്കാനും അവനെ മോശക്കാരനാക്കാനും അവനെ കല്ലെറിയാനും അവനെ കൊണ്ട് ഒന്നിനെയും കൊള്ളൂല, ഇനിയും മേളിലെത്തുന്നു, ഇനി എന്തായി ഈ ഒന്നുമല്ലടാ എന്ന് പറഞ്ഞ് അവനെ അധിക്ഷേപിക്കാൻ മാത്രമാണ് ഈ സമൂഹം ഓരോ കുഞ്ഞിനെയും തയ്യാറെടുപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ റോഡിലേക്ക് ഇപ്പൊ അതിലൊന്ന് ഇറങ്ങി നോക്കും, രണ്ടുപേരും അടി കൂടുന്നുണ്ടോ അവിടെ? ആശയത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ എപ്പോഴും എല്ലാവരും തമ്മിലൊരു ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സോ കോൾഡ് നല്ല ലോകത്തെ എന്തുകൊണ്ട് എല്ലാവരും കലുഷിതം? അവിടെയാണ് നമ്മൾ ഇന്നർ കാംനെസ്, ഹാപ്പിനെസ്സിനെയും ഒക്കെ അതിലുപരി ഫ്രീഡം, ഏറ്റവും മനോഹരമായ ഫ്രീഡത്തിലേക്ക് നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂടെ എത്തുന്നത്. അവരുടെ ചോദ്യം വ്യാജ പ്രതീക്ഷകൾ മാനിഫെസ്റ്റേഷന് നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോ എന്ത് തരത്തിലും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് വ്യാജമാണ്. എന്ത് കാര്യത്തിലും നമ്മുടെ സോ കോൾഡ് പ്രതീക്ഷകൾ വ്യാജമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പണിയെടുത്ത് അതിനൊക്കെ ക്ലാരിറ്റി കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഇതുപോലെ ഒരു മുഖം മൂടിയോ വേഷം കെട്ടലിന്റെയോ ആവശ്യം വരില്ല. അപ്പൊ വ്യാജമായ ഒരു പ്രതീക്ഷകൾക്കും നമ്മൾ ചെവി കൊടുക്കാതെ നമ്മൾ ഇന്നർ കാംനെസ്സിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേർന്നുള്ളൂ. ആ ഇന്നർ കാംനെസ് ഉണ്ടെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷനോട് പ്രസക്തിയുള്ളൂ. എന്തിനും എന്ത് സ്പിരിച്വൽ കാര്യങ്ങൾക്കും പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ഇന്നർ കാംനെസ് ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നടക്കണമെന്നില്ല. ഒരിക്കലും എക്സ്പെക്ടേഷൻ അല്ല അവിടെ വേണം. നമ്മൾ ചെയ്യുക വിട്ടുകളയും. നമ്മൾ ഉള്ളിലേക്ക് കാണുക, ക്ലാരിറ്റിയോടെ ഉറപ്പോടെ ഉള്ളിൽ വിഷ്വലി കാണുക, അടുത്ത കാര്യത്തിലേക്ക് പോവുക. അതിൽ തന്നെ നിൽക്കാൻ പാടില്ല. അതിൽ തന്നെ തീവ്രമായ പെയിനോട് കൂടി നിൽക്കരുത്. ഓക്കെ, നമ്മൾക്ക് അത് കിട്ടാൻ അർഹത ഉണ്ടല്ലോ, നമ്മൾക്ക് അത് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി അടുത്തതിലേക്ക് പോകാം എന്നുള്ള നിലയിൽ നമ്മളൊരു സാധാരണ ജീവിതം നയിക്കുക. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ ഉറപ്പിച്ച് തീവ്രമായി നിൽക്കുമ്പോൾ അത് നെഗറ്റീവായി മാറും. അതുകൊണ്ടാണ് വ്യാജമായി പോകുന്നത്. എന്തും വ്യാജമായി പോകും. മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, എന്തും തന്നെ വ്യാജമാകുന്ന രീതി അതിന് നാച്ചുറൽ പ്രക്രിയയാണ്. നമ്മൾക്ക് അതിനുള്ള അർഹതയുണ്ട്. എനിക്കത് നേടാതെ എന്ത് ചെയ്യാൻ? ഈ ഭൂമിക്ക് ഞാൻ അത് നേടുന്ന കൊണ്ട് ഒരുപാട് പേർക്ക് സഹായം കിട്ടുകയാണല്ലോ. അപ്പൊ അത്തരം വൈഡ് ആയിരിക്കണം നമ്മുടെ ചിന്തകൾ, അത്തരം ബ്രോഡ് ആയിരിക്കണം നമ്മുടെ ഇന്റൻഷൻസ്, നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്. അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നോ വൈബ്രേഷൻ എന്നോ ഫ്രീക്വൻസി എന്നോ ഒക്കെ പേരുകളിൽ വിളിക്കുന്നത്. ഇന്റൻഷൻസ്, ഇൻറ്റ്യൂഷൻസ്, വാട്ട് ഇസ് ഇൻസൈഡ്, ഡീപ്പർ, അണ്ടർനീത്ത്, അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും, നോ ഡൗട്ട്. ഓക്കെ ചേച്ചി, ഏറെക്കുറെ നമുക്ക് ആ ഉത്തരം ഇതിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് വരുന്നതാണ് എന്ന് പറയുന്നത് ശരിയാണ്? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. നമ്മൾ എന്താണോ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉള്ളിൽ നമുക്ക് അർഹത എന്ന് വിചാരിക്കുന്നത്. ഞാൻ പാവപ്പെട്ടവനാണ്, എന്റെ അച്ഛനും അമ്മയും പാവങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല ഒരുപാട് പണം, അല്ലെങ്കിൽ മറ്റുള്ളവർ, നമ്മുടെ വീടിനടുത്തുള്ളവർ, നമ്മുടെ ബന്ധുക്കളൊന്നും നമ്മൾ പണക്കാരായ നമ്മളെ കൂട്ടില്ല, അവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ പാവമായി അഭിനയിക്കാൻ, പൈസ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ദാരിദ്ര്യം കാണിക്കാം. ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ രാഷ്ട്രീയക്കാരും മതക്കാരും ബന്ധുക്കളും ഒക്കെ സഹായിക്കുക. ആ സഹായം പറ്റി എന്നും അങ്ങ് ജീവിക്കാം. പാവപ്പെട്ടവനായി അങ്ങ് ഇങ്ങനെ വിധേയത്വത്തോട് നമുക്ക് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് മഹിമ. അതാണ് പാവത്തരം. എല്ലാവർക്കും നമ്മളോട് സിമ്പതി ഉണ്ടാവും. ഈ ചിന്തകളിൽ നിന്നാണ് നമ്മൾ ദാരിദ്ര്യത്തെ അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലല്ലേ? ദരിദ്രനായിട്ട് ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പാവപ്പെട്ടവനായിരുന്നാലേ നമ്മളെല്ലാരും ശ്രദ്ധിക്കുള്ളൂ. പണക്കാരനായ അംബാനിയൊക്കെ കണ്ടില്ലേ, കവലകളിലൊക്കെ എല്ലാവരും തെറി വിളിക്കുന്നത്. അപ്പൊ കുട്ടിക്കാലം മുതലേ പണമുള്ള മനുഷ്യരെ മറ്റു മനുഷ്യർ തെറി വിളിക്കുന്നതും ഡിസ്റെസ്പെക്ട് ചെയ്ത് പോരുന്നതും കുട്ടികൾ കേൾക്കുന്നു. അപ്പൊ ആ കുഞ്ഞു മനസ്സിൽ ദാരിദ്ര്യമാണ് ബഹുമാനം, പണമില്ലായ്മയാണ് നല്ലത് എന്നുള്ള ചിന്ത ഒരു മെജോറിറ്റി മനുഷ്യരും ഉണ്ടാകും. ഒരു വിനയം പോലെ. വിനയമാണ് ഏറ്റവും നല്ലതെന്നാണ് പഠിപ്പിക്കുന്നത്. ആരെ കണ്ടാലും കാൽ തൊട്ട് വന്നിക്കുക. ഏറ്റവും വൃത്തികേട് ചെയ്യുന്ന മനുഷ്യരെയും കാൽ തൊട്ട് വന്നിക്കുക. അവർ മുതിർന്നവരായതുകൊണ്ട്, അവര് ഉന്നത കുലജാതരായതുകൊണ്ട്, അവർ അധ്യാപകരായതുകൊണ്ട്, അത് പൊളിറ്റിക്കൽ മേഖലകളിൽ ഉയർന്ന ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, മതപണ്ഡിതന്മാരായതുകൊണ്ട്, ഇവരൊക്കെ ഒരു അർഹതയും ഇല്ലെങ്കിൽ പോലും ബഹുമാനം അർഹിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു കുഞ്ഞിനെ. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്കും ബഹുമാനം കിട്ടുന്നു എന്നീ കുഞ്ഞ് പഠിക്കുകയാണ് ഉള്ളിൽ. പാവപ്പെട്ടവനായിരിക്കുന്നതാണ് നല്ലതെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് മാത്രം അട്രാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത് ചോദിച്ചത് ആരോഗ്യം അല്ലെങ്കിൽ രോഗാവസ്ഥ. വളരെ മനോഹരമായ ഒരു കോൺസെപ്റ്റ് ആണ്. ഇന്ന് ലോകം മുഴുവൻ രോഗത്തിന്റെ പിടിയിലാണ്. ഈ ഒരു ചോദ്യം എന്റെ മുന്നിൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്തരം ഒരു ചോദ്യം എന്റെ മുന്നിൽ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ഉള്ളിലെ ആശയങ്ങൾ എനിക്ക് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം എനിക്ക് കൂടുതൽ
ഉത്തരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അഫർമേഷൻസ് തരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വളരെ സ്പിരിച്വൽ ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ്. പക്ഷെ ഞാൻ മറ്റൊരു അവസരത്തിൽ ഇതൊരു വലിയൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ ആഗ്രഹയുടെ ചാനലിലേക്ക് ഉത്തരം നൽകുന്നതാണ്. എങ്കിലും ഒരു പ്രിസൈസ് ആയിട്ട് പെട്ടെന്ന് ഈ ഒരു ചോദ്യത്തിന് ഒരു സ്പ്ലിറ്റ് ആയിട്ട് ഞാനത് പറയാം. ദാരിദ്ര്യം പോലെ തന്നെയാണ് രോഗം. നമ്മുടെ വീടുകളിൽ രോഗത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഇങ്ങനെ തുടങ്ങി തൈറോയിഡ് എന്ന് തുടങ്ങി PCOD എന്നൊക്കെ പറയുന്ന കുറേ വാക്കുകൾ കേട്ടാണ് ഈ കുഞ്ഞു വളരുന്നതെങ്കിൽ ഇതിന്റെ പ്രോഗ്രാമിങ്ങിലേക്ക് ഈ ദാരിദ്ര്യം പോലെ തന്നെ ഈ രോഗവും രോഗാവസ്ഥയും രോഗചിന്തകളും ഡയഗ്നോസിസിന്റെ റിപ്പോർട്ടുകളും തുടരെ ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ഓരോ സിംറ്റവും രോഗത്തിന്റെ സിംറ്റം ആണെന്ന് വീട്ടിലുള്ളവർ പഠിപ്പിക്കുന്നു. മോൻ ഇന്ന് 2 പ്രാവശ്യം തുമ്മിയോ? തുമ്മൽ ഏറ്റവും നല്ല ടോക്സിൻസ് പുറത്തു പോകാനുള്ള ഒരു പ്രോസസ്സാണ്. പനി രോഗമല്ല, നമ്മുടെ ഉള്ളിൽ ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും പൊടിപടലങ്ങളിലൂടെയും പോയ ഒരു സാധനത്തെ പുറന്തള്ളുന്ന ഒരു സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള സെൽഫ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം മാത്രമാണ്. ഇത് കണ്ട് ഭയപ്പെട്ട് പനി ഒരു അപാര രോഗമാണെന്ന് കണക്കാക്കി ഈ കുഞ്ഞിന്റെ പ്രോഗ്രാമിൽ അത് കടന്നു ചെല്ലുമ്പോൾ ഇത് ഭീകരമായ ഡ്രഗ്സിന് അല്ലെങ്കിൽ മരുന്നുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഈ മരുന്നുകൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുഞ്ഞിന്റെ ഉള്ളിലുള്ള സെൽഫ് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുകയും ഈ കുഞ്ഞ് മരുന്നിന് അടിമയായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ ചിന്തകൾ ഉള്ളിൽ കയറിയ വഴി ഈ കുഞ്ഞിന്റെ ശരീരവും അതുമായി ഇന്റർകണക്ട് ചെയ്യും. ഈ ശരീരത്തിന് ഈസി ആയിട്ടുള്ള കംഫർട്ട് സോണുകളാണ് ഈ മരുന്നുകൾ. ചെറുതായിട്ടൊരു തലവേദന വന്നാൽ 2 ടാപ്പിംഗ് ചെയ്ത് 2 ഡ്രൈവ് പോയാൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് പോയാൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ മുറ്റത്തൊന്ന് നടന്നാൽ മാറാവുന്ന ചെറിയ തലവേദനകളെ വലിയ ബ്രെയിൻ ട്യൂമറുകളായി ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ ഭൂമി മുഴുവൻ കണ്ടുവരുന്നത്. ഇതൊന്നും രോഗമല്ല, ഇതൊക്കെ മനസ്സിന്റെ ഓരോ പ്രതിഫലനങ്ങളാണ്. ഈ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ചിന്തകളാണ് രോഗമായി മാറുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഓൾ കൺക്ലൂഷൻസ് ആർ ഇല്യൂഷൻസ്. നമ്മൾ നേടിയെടുക്കുന്ന എല്ലാ അറിവുകളും എല്ലാ ഉത്തരങ്ങളും ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അതെല്ലാം സ്വാഭാവികമായി ഇല്യൂഷനായി മാറുന്നു, യാഥാർത്ഥ്യമല്ലാതായി മാറുന്നു. ഞാനൊരു ട്രൂത്ത് സീക്കർ എന്ന നിലയിൽ, ഒരു റിയാലിറ്റി ഫൈൻഡർ എന്ന നിലയിൽ ഞാൻ ഇതിലൂടെയൊക്കെ കടന്നാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതുവഴി ഞാൻ എന്റെ ജീവിതം ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ജീവിക്കുന്നു. മരുന്നുകളുടെ സഹായമില്ലാതെ, ഡയഗ്നോസിസിന്റെ സഹായമില്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ വളരെ സംതൃപ്തിയായിട്ടും സന്തോഷമായിട്ടും ഭയമില്ലാതെയും സുഖമായി ഓരോ ദിവസം ജീവിച്ച് അനുഭൂതിയിലൂടെ പോകുന്നു. എനിക്ക് കിട്ടിയ അനുഭൂതി ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവർക്കും പകർന്നു നൽകുകയാണ്. വേണ്ടവർക്ക് എടുക്കാം. ഓക്കെ ശരി, താങ്ക് യു ഫോർ ദ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഓരോ ആഗ്രഹങ്ങളായിട്ട് നിറവേറ്റാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അല്ലാതെ, മാനിഫെസ്റ്റേഷൻ അല്ലാതെ പ്രാക്ടിക്കലി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് പറയാം. വീണ്ടും എനിക്ക് പറയാനുള്ളത് ആഗ്രഹം എന്ന വാക്കിനെ കുറിച്ചാണ്. ആഗ്രഹം എന്ന വാക്ക്, സോ കോൾഡ് ആഗ്രഹം എന്ന വാക്ക് നമ്മളെ അതിവേഗം ബഹുദൂരം എത്തിക്കില്ല. നീഡായി മാറണം, അത് നിലനിൽപ്പായി മാറണം. നമ്മൾ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കത് കിട്ടിയില്ലെങ്കിൽ വേറെ വഴിയില്ല എന്നുള്ള നിലയ്ക്ക് ക്ലാരിറ്റിയോടെ നമ്മൾ അതിനെ കാണും. വെറും ആഗ്രഹമായിട്ട് അതിനെ ഒന്നും കാണണം. ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയുന്നതാണ്, നമ്മൾ റിമൂവ് ചെയ്യേണ്ട കുറേ വാക്കുകളുണ്ട്. മാനിഫെസ്റ്റേഷൻ ആയാലും ലോ ഓഫ് അട്രാക്ഷൻ ആയാലും ഈ വാക്കുകൾ വൈകിക്കും. ആഗ്രഹം എന്ന വാക്ക് നമ്മുടെ ശരിയായ നീഡിലേക്ക് എത്തിക്കാൻ കാലദൈർഘ്യം എടുക്കും. അത് ആഗ്രഹമാകുമ്പോൾ, അത് നീഡാകുമ്പോൾ വേഗത്തിലെത്തുകയും ചെയ്യും. നമ്മുടെ ആവശ്യമാണ്. നമുക്കതൊരു ആവശ്യമാണ്. അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ ആവശ്യം നിറവേറ്റിയേ പറ്റൂ. അത് നിറവേറാനുള്ള യോഗ്യത എനിക്കുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നിസ്സംശയമാണ്. അതെനിക്ക് എത്തിപ്പെട്ടേ പറ്റൂ. കാരണം ഞാൻ പലതും വിതച്ചിട്ടുണ്ട്. എനിക്ക് കൊയ്യുക തന്നെ വേണം. നശിപ്പിക്കാനുള്ളതല്ല കൊയ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ റിബൽ ആവാതെ സ്പിരിച്വൽ റിബലായിട്ട് ഐ റിയലി നീഡ് ഇറ്റ്. എനിക്കത് കിട്ടുന്ന വഴി ഈ ലോകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. എനിക്ക് ആ മാനിഫെസ്റ്റേഷൻ എന്റെ ആക്ഷനിൽ വരുമ്പോൾ ഇറ്റ് ബെനിഫിറ്റ്സ് മെനി. അത് എനിക്ക് മാത്രമല്ല ഉപകാരപ്പെടാൻ പോകുന്നത്. എനിക്കത് കിട്ടുന്ന വഴി ഞാൻ നമ്പർ ഓഫ് പീപ്പിളിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണത്. അതൊരു വസ്തു മാത്രമല്ല. അതുവഴി ഞാൻ ഒരുപാട് പേർക്ക് ഹാൻഡ് കൊടുക്കാൻ പോവുകയാണെന്ന് യൂണിവേഴ്സിന് കണക്ട് ആവും. അത്ര ന്യൂട്രൽ ആണ് ആ തോട്ട്. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, ന്യൂട്രാലിറ്റിയാണ്. അത് നമുക്ക് കിട്ടിയേ തീരും. കിട്ടാതിരിക്കുന്ന ഒരു മാർഗമില്ല. എനിക്ക് പണം അബൻഡൻസ്, മൾട്ടി മില്യണയർ.
ആ മില്യണർഷിപ്പ് ജേർണിയിലൂടെ എനിക്ക് ഈ സൊസൈറ്റിയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പണം എനിക്ക് വന്നു ചേർന്നേ പറ്റൂ. എനിക്ക് അവിടുന്ന് ഇതുവരെ ഷൂട്ട് ചെയ്യാൻ വരാൻ വേണ്ടി പെട്രോൾ അടിച്ച് ഇവിടെ വരണമെങ്കിൽ ആ പെട്രോളിനുള്ള പൈസ വേണ്ടേ? ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് വഴി ഈ ഷൂട്ടിന് ഞാൻ തയ്യാറായി ഇവിടെ വരുന്നത് വരെ ആ ഷൂട്ടിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് അത് എത്രയോ മനുഷ്യർക്ക് പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യം നടപ്പായേ പറ്റും. അതിനുള്ള പൈസ എന്റെ കയ്യിൽ വന്നേ പറ്റും. എന്റെ വീടിനകത്ത് ഇരുന്ന് വെറുതെ അവിടെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നടക്കും. എനിക്ക് വസ്ത്രം ധരിച്ച് ഒരുങ്ങി പെട്രോൾ അടിച്ച് ഇവിടെ വരെ എത്തണമെങ്കിൽ എനിക്ക് പൈസ വേണം. അപ്പൊ ആ പൈസ കൊണ്ട് എത്ര പേർക്ക് ഗുണമാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി? ഇത് ആരിലേക്കൊക്കെ എത്തിപ്പെടുന്നു? എന്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് എത്ര പേർക്ക് ഉപകാരപ്രദമാകുന്നു? അത് എവിടെയൊക്കെ എത്തുന്നു? ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ, വിദൂരങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ. നമ്മൾ ഇതിന് ഡേറ്റ റീചാർജ് ചെയ്യണം, നമ്മുടെ വൈഫൈ പ്രവർത്തിക്കണം, നമ്മുടെ മൊബൈൽ പ്രവർത്തിക്കണം. എത്ര മനുഷ്യർക്കാണ് അതിന്റെ കണ്ടന്റ് എത്തുന്നത്? എത്ര മനുഷ്യർക്കാണ് അതിന്റെ എനർജി എത്തുന്നത്? എത്ര മനുഷ്യർക്കാണ് അതിന്റെ പണം സ്പ്രെഡ് ആയി പോകുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ വൈഡ് ഫ്രെയിമിലൂടെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്ര ക്ലാരിറ്റിയോടെ നമ്മൾ എന്ത് ചെയ്താലും ചിന്തിച്ചാലും നമുക്കത് നടപ്പായിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇതിന് വേണ്ടി മീൻസ് മാനിഫെസ്റ്റേഷൻ അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ, അതല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ വളരെ സന്തോഷമായി സ്വാതന്ത്ര്യമായി ലോകത്ത് ജീവിക്കണം, ഭയക്കാതെ ജീവിക്കണം. ഓരോ സാധാരണ സ്പിരിച്വൽ വഴിയിൽ എത്താത്ത മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ആദ്യം അവസാനമായി ചോദിച്ചിരിക്കുന്നത്. എന്തിനായി ഭയക്കുന്നേ? ആരെയായി ഭയക്കുന്നേ? നിങ്ങൾ ഇതുവരെ ഭയന്നും അനുസരിച്ചും പേടിച്ചും ദുഃഖിച്ചും വേദനിച്ചും രോഗപ്പെട്ടും അനാരോഗ്യമായി ജീവിച്ചിട്ടും പാവപ്പെട്ടവനായി ജീവിച്ചിട്ടും നിങ്ങൾ എന്ത് നേടി? നിങ്ങളുടെ ക്യാമറ സെൽഫി മോഡിലേക്ക് തിരിച്ച് ആ ചോദ്യം നിങ്ങളോട് ചോദിക്കൂ. ഏറ്റവും അധികം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കൂ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. പുറത്തോട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചിട്ട് നിങ്ങളിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കൂ. അങ്ങനെ ക്യാമറ തിരിച്ചു വെച്ച് നിങ്ങളിൽ എന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും തുടങ്ങുന്നു, അന്നാണ് നിങ്ങളുടെ ജീവിതം ഇന്നർ കാംനെസ്സിലൂടെ സ്വാതന്ത്ര്യം എന്ന ലിബറേഷൻ എന്ന കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ നേടാൻ പറ്റുന്ന അത്രയും അബൻഡന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി ജീവിച്ചു തീർക്കാൻ പോകുന്നു. അവിടെ എത്തിപ്പെടുവല്ലായിരുന്നു. അവിടെ ഏറ്റവും മനോഹരമായ ഒരു പൂങ്കാവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. എൻലൈറ്റ്മെന്റ്, വെളിച്ചം, ഫുൾ സന്തോഷം. എല്ലാ റോങ് ആയിട്ടുള്ള ആൾക്കാരും റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഒക്കെ വഴിമാറും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എനിക്കെത്താമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും എത്താം. എല്ലാ മനുഷ്യരും സന്തോഷമായി ജീവിക്കൂ, എല്ലാ മനുഷ്യരും അനുകമ്പയോടെ ജീവിക്കൂ, എല്ലാവരോടും ജനറസ് ആവും, കൈൻഡ് ആവും, കമ്പാഷനേറ്റ് ആവും. ബ്യൂട്ടിഫുൾ ഹെവൻ ഇസ് ഹിയർ, നോട്ട് ആഫ്റ്റർ ഡെത്ത്. മരിച്ചു കഴിഞ്ഞല്ല സ്വർഗം, ഈ ഭൂമിയാണ്. ഇത്ര മനോഹരമായ വിഭവങ്ങൾ സമ്മാനിച്ച് ഈ യൂണിവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യൂ, പ്രൊഫൗണ്ട് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യൂ. മുന്നോട്ട് പോകും ഭയക്കാതെ. പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, എല്ലാ പാസ്റ്റ് മെമ്മറീസും എല്ലാ ഫ്യൂച്ചർ വറീസും കളഞ്ഞിട്ട് ഈ നിമിഷം ഈ മൊമെന്റ് ആസ്വദിക്കാൻ പഠിക്കും. സ്വാതന്ത്ര്യ ബോധത്തിലെത്തും, മനോഹരമായി ജീവിക്കും. ഇത്രയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ആകെ എടുത്തിരുന്ന ചോദ്യങ്ങൾ 5 ചോദ്യമാണ് എടുത്തത്. ചേച്ചി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ചോദിക്കാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് എനിക്കും അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉറപ്പായിട്ടും ഉപയോഗപ്പെടും. സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ ആ ഇന്നർ കാംനെസ്സോട് കൂടി തന്നെ ജീവിക്കാൻ സഹായകമായി തീരും എന്ന് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സോ ചേച്ചി വളരെ നന്ദിയുണ്ട്. ഇത്രയും നേരം മീൻസ് എന്റെ വീട്ടിലോട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ചോദിച്ചതിനൊക്കെ പറഞ്ഞു. ഇത്രയും നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത ജീവ ചേച്ചിയോട് വളരെ ഉള്ളിൽ നിന്നും അഗാധമായിട്ട് നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണ്. താങ്ക് യു ജീവ ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ന്യൂ കോഴ്സ്. താങ്ക് യു മൈ വ്യൂവേഴ്സ് ആൻഡ് ലിസണേഴ്സ്. ഇനിയും നല്ല ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ടീം വീണ്ടും. താങ്ക് യു ഓൾ.